SSLC പരീക്ഷയുടെ തുടക്കമാണെന്ന്. ഞാനിപ്പോഴുള്ളത് മുക്കം ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കുട്ടികൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികളുടെ ഇന്നത്തെ അനുഭവങ്ങൾ ചോദിച്ചറിയാൻ. ഒപ്പം ഇവിടെ പ്രധാന അധ്യാപകൻ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തിയതെന്നും നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. കുട്ടികൾക്ക് നിർഭയമായിട്ട് പരീക്ഷ എഴുതാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുകയും അതേപോലെ തന്നെ ഇന്നത്തെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് അവർക്ക് വളരെ ആകാംക്ഷയോടെ ആയിരുന്നു കുട്ടികൾ എത്തിയിരുന്നത്. പക്ഷേ വളരെ നിർഭയമായിട്ട് സുരക്ഷിതമായിട്ട് ഈ പരീക്ഷ എഴുതാൻ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷ കഴിഞ്ഞ സമയത്തും കുട്ടികൾ ആ ഒരു ഹാപ്പി മൂഡിലാണ് വന്നിട്ടുള്ളത്. ഹാളിലും വളരെ കൂളായിട്ട് തന്നെ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു, കുടിവെള്ള സൗകര്യം, അതേപോലെ തന്നെ നല്ല വെന്റിലേഷനൊക്കെയുള്ള വായുസഞ്ചാരമുള്ള മുറികളായിരിക്കണം എന്നൊക്കെ നിർദ്ദേശമുണ്ട്. ആ രീതിയിലൊക്കെയുള്ള സംവിധാനം ഒരുക്കിയിരുന്നോ? നമ്മൾ ഏറ്റവും താഴെ ഗ്രൗണ്ടിലായിട്ടാണ് 5 റൂം ഒരുക്കിയിട്ടുള്ളത്, തൊട്ട് മുകളിലായിട്ടും. അതുകൊണ്ട് തന്നെ ചൂടിൻ്റെ ഒരു പ്രയാസം കുട്ടികൾക്ക് ഉണ്ടാവില്ല. അതേപോലെ ഇന്നലെ തന്നെ ഡയറക്ഷൻ കൊടുത്തിരുന്നു, പറ്റുന്നവർ ബോട്ടിൽ വെള്ളം കൊണ്ടുവരാനും. അതേപോലെ കുടിവെള്ളം നമ്മൾ ഓരോ ഹാളിനടുത്തായിട്ടും സജ്ജീകരിക്കുകയും വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, കൂളായിട്ട് പരീക്ഷ എഴുതാനുള്ള നല്ല ക്ലാസ് റൂമുകളാണ് വെന്റിലേഷനൊക്കെ ഉള്ളത് കൊടുത്തിട്ടുള്ളത്. ഫാനും ആ സമയത്ത് നമ്മൾ എല്ലാ ക്ലാസ്സിലും വർക്കൗട്ടായിരുന്നു. അതുപോലെ കുട്ടികൾക്ക് ആവശ്യമുള്ള പേന പോലുള്ള ഉപകരണങ്ങൾ നിങ്ങൾ പ്രത്യേകം വേറെ കരുതിയിരുന്നല്ല? ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു പ്രയാസം നേരിടുകയാണെങ്കിൽ കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും നമ്മൾ അങ്ങനത്തെ എല്ലാ സജ്ജീകരണവും നമ്മുടെ കയ്യിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിക്കും പരീക്ഷ എഴുതുന്നതിന് സംബന്ധമായിട്ട് ഒരു പ്രയാസവും ഇല്ലാത്ത രീതിയിൽ എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടാണ് ക്രമീകരണം നടത്തിയിട്ടുള്ളത്. ഹാളിൽ പേനയാണെങ്കിലും പെൻസിലാണെങ്കിലും ഡ്രോയിങ് എല്ലാം നമ്മുടെ ഒരു എക്സ്ട്രാ സജ്ജീകരണം നമ്മളൊരു കിറ്റായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു പ്രയാസമൊന്നും വന്നിട്ടില്ല. എല്ലാം കുട്ടികളുടെ കൈവശം തന്നെ ഉണ്ടായിരുന്നു. അതേപോലെ സ്കൂളിൽ ഏതെങ്കിലും ഭിന്നശേഷിക്കാരായ കുട്ടികൾ, അത്തരം ബുദ്ധി വൈകല്യം നേരിടുന്ന കുട്ടികൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. 4 പേർ അങ്ങനെയുള്ളവരുണ്ടായിരുന്നു. അവരെ പ്രത്യേകമായിട്ട് റൂം സജ്ജീകരിച്ചിട്ട് അവർക്ക് പ്രത്യേക കോച്ചിങ് കൊടുത്തിട്ടുള്ള നമ്മുടെ ഈ DRC എന്നൊക്കെയുള്ള ട്രെയിനർമാർ വന്നിട്ട് അവർക്ക് പരീക്ഷ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ക്രൈബ് ആവശ്യമുള്ള കുട്ടികൾക്ക് ആ സജ്ജീകരണം നമ്മൾ കൊടുത്തു. അത്തരക്കാരൊക്കെ പ്രത്യേകമായിട്ട് പരിഗണന കൊടുത്തിട്ട് മറ്റു കുട്ടികളോടൊപ്പം തന്നെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ദൗത്യം. സ്കൂളിൻ്റെ ഒരു വിജയസാധ്യതയും A+നെ കുറിച്ചൊക്കെ എന്താ സാറിന് പറയാനുള്ളത്? നമ്മൾ ഈ വർഷവും പ്രതീക്ഷിക്കും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 100% വിജയവും. ഒരു 250 കുട്ടികളാണ് എക്സാം എഴുതുന്നത്. 50% ഫുൾ A+കാരും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളും കുട്ടികളൊക്കെ ഉള്ളത്. എല്ലാ സ്കൂളുകളിലും പരീക്ഷ സുഗമമാക്കുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. പരീക്ഷാ ഹാളിൽ വായുസഞ്ചാരം ഉറപ്പാക്കും. എല്ലാ ഹാളിൻ്റെയും പുറത്ത് കുടിവെള്ളമുണ്ടാകും. കുട്ടികൾക്ക് ബോട്ടിലുകളിൽ കുടിവെള്ളം കൊണ്ടുവരാം. പനിയും മറ്റ് അസുഖങ്ങളുമുള്ളവർക്ക് പ്രത്യേക ക്രമീകരണങ്ങളും എല്ലാ സ്കൂളുകളിലും ഒരുക്കിയിട്ടുണ്ട്. മോഡൽ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വേഗം ക്യാച്ചപ്പ് ആവേണ്ടിയിരുന്നു. മോഡലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ A+ നിർണ്ണയിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇല്ല ചോദിച്ചില്ല. നമുക്ക് ഇതിൻ്റെ മുമ്പ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ട ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചു. പിന്നെ കവിത പുറത്തുനിന്നുള്ള ഒരു 6 മാർക്ക് 7 മാർക്സിൻ്റെ കവിതകൾ പുറത്തുനിന്നുള്ള ഭയങ്കര സിമ്പിളായിരുന്നു. ഞങ്ങൾ വിചാരിച്ച് ടഫാവുന്ന, പക്ഷേ സിമ്പിളായിരുന്നു. വിചാരിച്ചത്ര ടഫല്ല. എന്തൊക്കെ ക്രമീകരണങ്ങളാണ് നിങ്ങൾക്ക് സ്കൂളിൽ ചെയ്തു വന്നത്? ഞങ്ങൾ നൈറ്റ് ക്ലാസ്സുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ റിവിഷൻ ക്ലാസ്, ഗസ്റ്റുകളൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറേ സഹായങ്ങൾ. കഴിഞ്ഞ വീക്കൊക്കെ അല്ല, മോഡൽ എക്സാമിന് തൊട്ടുള്ള മുമ്പുള്ള വീക്കൊക്കെ ഫുള്ള് ഗസ്റ്റ് ക്ലാസ്സസ് ആയി. ഞങ്ങൾക്കും ഈ വേറെ സ്കൂളിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നൈറ്റൊക്കെ ഞങ്ങൾ നേരത്തെ തുടങ്ങിയാണ്. നല്ല സാർമാർ ക്യാമ്പുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾക്ക് വേണ്ടി. A+ ബാച്ച് പറയുന്നത് ഓൺ എക്സാമിൻ്റെ മുമ്പ് തന്നെ A+ ബാച്ച് ഉണ്ടാക്കി പ്രത്യേകം ക്ലാസ്സുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിവൈഡ് ചെയ്യുകയൊക്കെ ചെയ്ത് A+ ഓരോ മാർക്സിനനുസരിച്ച് ക്ലാസ്സുകൾ ഡിവൈഡ് ചെയ്ത് അതിനനുസരിച്ച് പരിശീലനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ സ്കൂളിൽ സാധാരണ എത്ര A+ കിട്ടാറുണ്ട്? എത്ര ശതമാനം കിട്ടാറുണ്ട് കഴിഞ്ഞ വർഷം? 100% കഴിഞ്ഞ പ്രാവശ്യം കിട്ടീനി. 100% കഴിഞ്ഞ പ്രാവശ്യം വിജയ ശതമാനം കിട്ടീനി. 64 ആണ് തോന്നുന്നുണ്ട് A+. കോഴിക്കോട് ജില്ലയിൽ 43,811 വിദ്യാർത്ഥികളാണ് ഇന്ന് SSLC പരീക്ഷയ്ക്ക് വേണ്ടി ഹാളിലേക്ക് പ്രവേശിച്ചത്. ജില്ലയിൽ ആകെ 206 പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത്. കോഴിക്കോട്, താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലകളിൽ 72 വീതം പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. വടകരയിൽ 62 കേന്ദ്രങ്ങളുണ്ട്. ഇന്ന് 1ാം ഭാഷാ പരീക്ഷകളാണ് നടക്കുന്നത്. 25-ന് സോഷ്യൽ സയൻസ് വിഷയങ്ങളിലെ പരീക്ഷയോടെയാണ് SSLC പരീക്ഷ ഈ വർഷം അവസാനിക്കുക.
SSLCയുടെ IT പ്രാക്ടിക്കൽ പരീക്ഷ ഫെബ്രുവരി 1 തുടങ്ങി 14 അവസാനിച്ചിരുന്നു. എക്സാം കുഴപ്പമില്ലേനു. ഞാൻ വിചാരിച്ച മാതിരി അത്ര ടഫല്ല, എന്നാലും കുറച്ച് ടഫായിരുന്നു. കുറച്ച് ടഫായിരുന്നു. ഞാൻ ലാംഗ്വേജ് സംസ്കൃതം. മുക്കം സ്കൂളിൽ സംസ്കൃതം ഉണ്ട്, മലയാളം ഉണ്ട്, അറബിക് ഉണ്ട്, ഉറുദു ഒക്കെ ഉണ്ടല്ലോ. മോളെ ഉറുദു എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായി. മോഡലിനെക്കാട്ടിലും അടിപൊളിയായി. ഇത്തവണ പരീക്ഷകൾ രാവിലെ ആയതിനാൽ വേനൽ ചൂടിനെ കൂടുതൽ പേടിക്കേണ്ടതില്ല. രാവിലെ 9:30 ആരംഭിക്കുന്ന പരീക്ഷ മിക്ക ദിവസങ്ങളിലും 12 അവസാനിക്കും. Kadodi Gold and Diamonds, Mavur, Puvattuparambur. Invest your sleep on right mattress. For Rich Mattress for healthy sleep.